12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. ഒരു കുഞ്ഞു പട്ടണത്തിലാണ് എൻ്റെ ജനനം, നെയ്യാറ്റിൻകര ടൗൺ. അത് ടൗൺ എന്ന് പറയുന്നതിനേക്കാളും ഭേദം ടൗണായി വേഷം കെട്ടിയ നാട്ടുംപുറം എന്ന് പറയുന്നതായിരിക്കും. ഒരു സാധാരണ ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും മിശ്രിതം എന്ന് പറയാവുന്ന ആ പ്രദേശത്തിന് വളരെ ഗൗരവമുള്ള അക്ഷരചരിത്രമുണ്ട്. 10-12 വർഷക്കാലമേ ആ നാട്ടുംപുറത്ത് എനിക്ക് നിത്യസഹവാസം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വന്നു. പഠിക്കാൻ വന്നതാണ്. പട്ടണത്തിൻ്റെ നൽപ്പുതിൽപ്പുകളെല്ലാം ഞാൻ ഏറെക്കുറെ കണ്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് കൂടെ ഒഴുകി ജീവിക്കുമ്പോഴും ഒരു നഗരവാസിയാകാൻ എനിക്ക് കഴിഞ്ഞില്ല. നാഗരികൻ്റേതായ ഒരുപാട് സ്വാധീനതകൾ എന്നെയും വന്ന് പുണർന്നിരിക്കണം. എൻ്റെ സ്വഭാവത്തിലും കാണും ഒരു നാഗരികൻ്റെ പ്രത്യേകതകൾ. പക്ഷേ മനസ്സെപ്പോഴും നാട്ടിൻപുറത്തുകാരൻ്റേതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നാട്ടിൻപുറത്താവുമ്പോൾ ഒരു തുമ്പിയുടെ പുറകെ ഓടാനും ഒരു ഊഞ്ഞാലിൽ ആടാനും ഒരു ചെറിയ അഴുക്കുചാലിലോ ഓടയിലോ ഒരു തോട്ടിലോ വയൽവരമ്പിലോ ഒക്കെ തെന്നി വീഴാനും ഒന്ന് മുള്ളുകൊള്ളാനും ഇത്തിരി മഴ നനയാനും ഒക്കെയുള്ള സൗഭാഗ്യങ്ങളുണ്ട്. എനിക്ക് അത്തരം സൗഭാഗ്യങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഞാൻ നടന്നു പോകുന്ന വഴികളിലുള്ള കല്ല്, മുള്ള്, കിടങ്ങ്, ചെളി ഇതൊക്കെ എൻ്റെ ഓർമ്മയിലും മനസ്സിലും ഇപ്പോഴും ഇത്തിരിശെ പ്രചോദനമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ 2 കാലിലെയും 2ാമത്തെ വിരൽ കല്ല് തട്ടി അടർന്ന് വളഞ്ഞിട്ടാണ്. അതെൻ്റെ നടത്തയുടെ സ്മാരകമാണ്. അതുകൊണ്ട് തന്നെ ആ വഴികളെ ഒന്നും ഞാൻ മറക്കില്ല. അപ്പോൾ നഗരത്തെക്കാൾ കൂടുതൽ ഓർമ്മയിൽ ജീവിതമായി പുഷ്പിച്ചും ഫലിച്ചും തളിർത്തും ചിലപ്പോൾ കൊടുങ്കാറ്റടിച്ചും ചിലപ്പോൾ വരൾക്കാറ്റടിച്ചും ഒക്കെ നിൽക്കുന്നത് നാട്ടിൻപുറമാണ്. ഒരു ചെറിയ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നാട്ടിൻപുറത്തു നിന്ന് കിട്ടിയ ജീവിതത്തെക്കുറിച്ചുള്ള ഉള്ളറിവുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സഞ്ജീവകമായിട്ടുള്ളത്. ഈ പുരയിടത്തിൽ ഒരു പഴയ വീടുണ്ടായിരുന്നു. വലിയ കൊട്ടിയമ്പലമുള്ള ഒരു പഴയ വീട്. ആ വീട്ടിലാണ് ഞാൻ പിറന്നു വീണത്. എൻ്റെ ഏതാണ്ട് 9 വയസ്സ് വരെ ഇവിടെയാണ് ഞാൻ വളർന്നത്. ഇപ്പോഴാ പഴയ വീട് പൊളിച്ചു പോയി, ആ സ്ഥലം വിറ്റുപോയി. വേറൊരു കൂട്ടരാണ് ഇവിടെ പുതിയ വീട് വെച്ച് താമസിക്കുന്നത്. വലിയ പ്ലാവും വലിയ തണലും ഒക്കെ ഉണ്ടായിരുന്നു. പിറകിൽ ഒത്തിരി പുരയിടമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പ്ലാവല തുന്നി തൊപ്പിയുണ്ടാക്കി, ബെൽറ്റുണ്ടാക്കി, ക്രോസ് ബെൽറ്റ് ഉണ്ടാക്കി പോലീസ് കളിക്കുന്നത്, ലാവല കോട്ടി അപ്പം ഉണ്ടാക്കുന്നത്, കഞ്ഞിയും കറിയും വയ്ക്കുന്നത്, ആ കളി മുഴുവൻ ഇവിടെയായിരുന്നു. മാത്രമല്ല ഇവിടെ ഇരുന്നാൽ ശരിക്ക് MV തിയേറ്ററിലെ പാട്ട് കേൾക്കാം. ഉച്ചയ്ക്കും വൈകിട്ടും ഞാനപ്പഴത്തെ പിഴിയുന്ന പാട്ട്. കൂടാതെ വെളുപ്പിന് കാളവണ്ടികൾ സഞ്ചരിക്കുന്ന ശബ്ദം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ട്. അന്ന് കാളവണ്ടികളാണ് ഏറ്റവും കൂടുതൽ.
വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഒരുപാട് കാളവണ്ടികൾ തൊണ്ടും കൊണ്ട് വരുന്ന വണ്ടികളുണ്ടാകും. പിന്നെ കച്ചവടക്കാരുടെ സംഘങ്ങൾ, അതുകൂടാതെ ഒരുപാട് ഈ ഉത്സവങ്ങൾ, തൊട്ടടുത്ത് അമ്മങ്കോവിൽ ഉത്സവം, നെയ്യാണ്ടിമേളം, താലപ്പൊലി, ഇല്ലടിച്ചാമ്പാട്ട്, ഇതൊക്കെ ഇവിടുന്നാണ് ആസ്വദിക്കാനും പിന്നെ അതൊക്കെ അടുത്തറിയാനും സാധിക്കുന്ന ജീവിതം. എൻ്റെ അമ്മയുടെ കൂട്ടുകാരി അന്ന് പഴയ കാലത്ത് അപ്പുറവും ഇപ്പുറം എന്നുള്ള റോഡിനപ്പുറം ഇപ്പുറം എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയുകയും അതെ, എല്ലാത്തിനും ഓടി വരും. ഞങ്ങൾ മിക്കവാറും ഇവിടെയാണ് കളിക്കുന്നത്. ഇവിടുത്തെ കറി ഞങ്ങൾ കഴിക്കാം, അവിടുത്തെ കറി ഇവിടെ ഉണ്ട്. നമ്മുടെ രുചികൾ ഒരുപാടുണ്ട്. ചില മാങ്ങാക്കറി, കുളമ്പ് കറി, അതൊക്കെ ഇവിടുന്നാണ്. ഞാൻ കെട്ടിയ കളിവീടെന്തിനിടിച്ചു തകർത്തു നീ, ഞാൻ കൂട്ടിയ കഞ്ഞിയും കറിയും തൂവിയതെന്തിനു നീ, ഞാൻ കെട്ടിയ കളിവീടെന്തിനിടിച്ചു തകർത്തു നീ, ഞാൻ കൂട്ടിയ കഞ്ഞിയും കറിയും തൂവിയതെന്തിനു നീ, ഞാൻ വിട്ടൊരു കൊച്ചോടത്തിനെ മുക്കിയതെന്തിനു നീ, ഞാൻ വിട്ടുപറത്തിയ പട്ടമറുത്തതുമെന്തിനു നീ, ഞാൻ വിട്ടുപറത്തിയ പട്ടമറുത്തതുമെന്തിനു നീ. നഷ്ടപ്പെട്ടു പോയ ബാല്യം, അതാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. ശരിക്കും ഞാൻ മുളച്ച പാടമാണ് ഇത്. ഇതാണ് എൻ്റെ കുഞ്ഞു വിദ്യാലയം. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. ഒരു കൃഷ്ണപിള്ള സാറിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നീണ്ട കൈ ഇവിടം വരെ എത്തുന്ന ജൂബായിട്ട് ഒരു വടിയുമായിട്ട് നടക്കുന്ന കൃഷ്ണപിള്ള സാറ്. മറ്റധ്യാപകരെയും മുഖം ഞാൻ മറക്കുന്നില്ല, അവരുടെ മുഖവും മറക്കുന്നില്ല. പക്ഷേ കൃഷ്ണപിള്ള സാറാണ് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ അന്ന് എനിക്കുണ്ടായിരുന്നു. കൂടെ പഠിച്ചവരിൽ പലരും ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലുമാണ്. ചിലർ പലയിടത്ത് ജോലി ചെയ്യുന്നു. 1-2 പേര് മരിച്ചുപോയി. ഞാൻ ഒരു നിക്കറും ഒരു ഉടുപ്പും പഴയ സ്ലേറ്റും അല്പം ഒരു പുസ്തകമേ എന്നുള്ളൂ. ആ ഒരു പുസ്തകമായിട്ട് അമ്മങ്കോലിനടുത്തുനിന്ന് നടന്നാണ് ഇവിടെ വരുന്നത്. തൊട്ടടുത്ത് എനിക്ക് അമ്മുമ്മയുടെ വീടുണ്ട്. അമ്മുമ്മയുടെ വീട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. അന്ന് ക്ലാസ്സുകൾ എത്രത്തോളം ആഹ്ലാദകരങ്ങളായിരുന്നു അത്രത്തോളം ആഹ്ലാദകരങ്ങളായിരുന്നു ക്ലാസ്സിന് പുറത്തുള്ള ജീവിതവും. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഓടാനും കളിക്കാനും ഇവിടെ ഇടമുണ്ടായിരുന്നു. അപ്പുറത്തൊരരയാൽ, ഇപ്പുറത്തൊരരയാൽ. അപ്പുറത്ത് ഗണപതി, ഇപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ. പിന്നെ അപ്പുറത്ത് ഈ അമ്മച്ചിപ്ലാവ്. മിക്കവാറും അമ്മച്ചിപ്ലാവിൻ്റെ മുകളിൽ കയറുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഹ്ലാദമായിരുന്നു. പിന്നെ ഇവിടുന്ന് അപ്പുറത്ത് കൊട്ടാരമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലും ഞങ്ങൾ ഓടി നടന്ന് കളിക്കും. നെയ്യാറിൻ്റെ ഓളങ്ങളിൽ പോയി ഇത്തിരിശെ നീന്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വിദ്യാഭ്യാസം സ്കൂളിൻ്റെ മതിലുകൾക്കകത്തു മാത്രവും പുസ്തകത്തിൻ്റെ താളുകൾക്കുള്ളിൽ മാത്രവും ആകാതെ ഇവിടുത്തെ ആകാശത്തോടും ഭൂമിയോടും ബന്ധപ്പെട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തോട് പരസ്പരം ഇങ്ങനെ ഇടപഴകി കിളികളോടും കൊച്ചു കാറ്റിനോടും വരെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ കഴിയുന്ന ഒരു ഉല്ലാസത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. ഒരു പട്ടം പറത്താനും കളിവീട് വയ്ക്കാനും വീട്ടിൽ കോവിലുണ്ടാക്കാനും ആ കോവിലിൽ സ്വയം കലാപരിപാടി അവതരിപ്പിക്കാനും അമ്പലമുറ്റവും സ്കൂൾ മുറ്റവുമായിട്ട് വ്യത്യാസമില്ലാതെ നടക്കുന്ന എല്ലാ ഉത്സവങ്ങളും കാണാനും അറിയാനും ആളുകളുമായിട്ട് ഇടപഴകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ മാധ്യമങ്ങളും കൂടുതൽ വിജ്ഞാനപ്രദങ്ങളായ ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് കൈ കിട്ടിയിരുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ ഗ്രന്ഥം ഗുരുക്കന്മാരാണ്. ഏറ്റവും വലിയ ഗ്രന്ഥം ഈ പച്ചജീവിതമാണ്. ഞങ്ങളങ്ങനെ ഉല്ലസിച്ചു. അങ്ങനെ ഉല്ലാസത്തിൻ്റെ നാളുകൾ വീണ്ടും ഒന്ന് തിരിച്ചു പിടിക്കാനുള്ളൊരു പരിശ്രമമാണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് നടത്തുന്നത്. മാർത്താണ്ഡവർമ്മ വെച്ച കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു വലിയ കരിങ്കല്ലുണ്ടായിരുന്നു. ഭയലാന്മാർ മാത്രം എടുക്കുന്ന കരിങ്കല്ല് അവിടെ ഉണ്ടായിരുന്നു.
ഇതിൻ്റെ അപ്പുറത്താണ് ഉപരിക മാളിക. 3 നിലയോ 4 നിലയോ ഉണ്ടായിരുന്നു. അത് AVM വാങ്ങി പൊളിച്ചു. കാരക്കോണം ഹൈസ്കൂളിലാണ് എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. അവിടെ 8ാം തരം മുതൽ 10ാം തരം വരെ പഠിക്കുന്ന കാലത്താണ് മലയാള സാഹിത്യത്തോടും അതിൻ്റെ കൈവഴികളോടും സാഹിത്യ ആസ്വാദനത്തോടും എനിക്ക് ഒരു കൗതുകം ഞാനറിയാതെ ഉണ്ടായത്. അതിന് പ്രേരണകൾ മറ്റെന്തായാലും ഒരു നല്ല ഗുരു നിശ്ചയമായും അതിൻ്റെ പിന്നിൽ കാണും എന്നുള്ളത് തീർച്ചയാണ്. 8ാം തരം മുതൽ എന്നെ നന്നായി ശാസിച്ചും സ്നേഹിച്ചും പലപ്പോഴും വളരെ സുന്ദരമായി ശിക്ഷിച്ചും എൻ്റെ മനസ്സിലേക്ക് പ്രതിഷ്ഠാരൂപത്തിൽ വന്ന് എന്നെ നന്നാകാൻ പ്രേരിപ്പിച്ച ഗുരുവാണ് ശിവാനന്ദൻ നായർ സാർ. ഒരു വിധത്തിൽ സുവോളജി BScക്ക് ചേരാൻ പോയ എന്നെ മലയാള സാഹിത്യം പഠിക്കാൻ പ്രേരിപ്പിച്ചതും 8ാം ക്ലാസ് മുതൽ എനിക്കുണ്ടായ മലയാള ശിക്ഷണം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കവിത നന്നായി അർത്ഥവ്യക്തിയും ഭാവവ്യക്തിയും ഉണ്ടാകുമാർ ചൊല്ലുക സാറിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എൻ്റെ മനസ്സിൽ ആ കവിത അടുക്കായി പ്രവേശിക്കും. കവിത സുഗ്രഹമായി പഠിപ്പിക്കുക എന്നുള്ളത്, പഠിപ്പിച്ചത് ഏത് തരത്തിൽ ആസ്വദിക്കണം എന്ന് പറഞ്ഞു തരിക എന്നുള്ളതും സാറിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ മറ്റൊന്ന്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പല ഗുരുക്കന്മാർക്കും പോലും വ്യാകരണം അത്ര ഗൗരവമുള്ളൊരു വിഷയമല്ല. പക്ഷേ വ്യാകരണം എന്നത് ഭാഷയുടെ അടിസ്ഥാനമാണ്, ആധാരമാണ് എന്ന് എനിക്ക് ബോധപ്പെടുത്തി തന്നത്, വ്യാകരണത്തോട് ആഭിമുഖ്യം ഉണ്ടാക്കിയത്, വ്യാകരണത്തിൽ കൃതഹസ്ഥനായ ശിവാനന്ദൻ നായർ സാറാണ്. അതുകൊണ്ട് ഈ ഗുരു എൻ്റെ ഓരോ പടവിലും എൻ്റെ മനസ്സിൽ കൂടെയുണ്ട്. 8ാം ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ എക്സ്ട്രാ ക്ലാസ്സുകൾ വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. രാവിലെ ഒരു 8:30 മണിക്കെല്ലാം ദൂരെ ക്ലാസ് വയ്ക്കും. അന്ന് മധു പലപ്പോഴും താമസിച്ചാണ് വരാറ്. ഞാൻ കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട്, പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം എക്സ്ട്രാ ക്ലാസ്സിന് വരാത്തൊരു കുട്ടിയെ പുറത്ത് നിർത്തുക എന്ന് പറയുന്നതന്നെ ശരിയല്ല എങ്കിലും എനിക്ക് ആ കാര്യത്തിൽ വലിയ നിർബന്ധമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ വളരെ വ്യക്തമായും നല്ല രീതിയിലും ഞാൻ പഠിപ്പിച്ച കവിതാഭാഗങ്ങൾ ചൊല്ലാനും അർത്ഥം പറയാനും മധു കാട്ടിയിരുന്ന വ്യഗ്രത, അല്ലെങ്കിൽ ആ താല്പര്യം, അല്ലെങ്കിൽ ആ ഭാഷയോടുള്ള ഉത്സാഹം എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അന്നേ മനസ്സിലാക്കിയിരുന്നു. ഒരു നല്ല കവിയെ മധുവിൽ ഞാൻ കണ്ടു. പാഠഭാഗത്തിനും അപ്പുറത്തായി സാഹിത്യത്തിൻ്റെ ഇതര ശാഖകളിലേക്ക് കടന്നു ചെന്ന്, ഇന്നത്തെ ഭാഷയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബീറ്റിംഗ് അബൌട്ട് ദി ബുഷ് എന്ന് പറയും, കാട് കയറി പറഞ്ഞു. അത് മധുവിനെ പോലെയുള്ള അപൂർവം ചില വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ പഠിപ്പിച്ച ഒരു കുട്ടി ലോകപ്രശസ്തനായ രീതിയിലായി തീരുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ആനന്ദം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല.